കേരള ബോഡി ബിൽഡിംഗ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പങ്കെടുത്ത് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തി, ആ ഐക്കോൺ ആരാണെന്ന് അറിയോ? പറയുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി തീർച്ചയായും പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ അതിനുള്ള ഒരേ ഒരു ഉത്തരം, ദ ഗ്രേറ്റ്, ദ ലെജൻഡറി സതീഷ് തമ്പി. അതായത് പുള്ളിക്കാരൻ 170ഓളം മത്സരങ്ങളിൽ പങ്കെടുത്ത് ഏകദേശം 135 ടൈറ്റിൽസ് ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സീസണിൽ തന്നെ 9ഓളം മത്സരങ്ങളിലൊക്കെയാണ് ഇദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. ആ 9ലും ടൈറ്റിൽ വിൻ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് വന്താ സുട്ടാ സിത്താ റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ സ്റ്റേജിൽ കയറുക, പോസ് പിടിക്കുക, ടൈറ്റിൽ അടിക്കുക, റിപ്പീറ്റ്. ഇതായിരുന്നു തമ്പിച്ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ. അതായത് ഒരു ആലോചിച്ച് നോക്കിയേ, ഇവർക്ക് കിട്ടുന്ന ആകപ്പാടെ സർവീസസിൽ നിന്ന് കിട്ടുന്ന ഒരു ലീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ 90 ദിവസത്തൊക്കെയാണ്. അതായത് ബേസിക്കലി 3 മാസം. ഈ ഒരു 3 മാസമൊക്കെ ഇവർക്ക് ഒന്ന് പ്രോപ്പറായിട്ട് ഒരു ഓഫ് സീസൺ എടുക്കാൻ പോലും പറ്റത്തില്ല. ജസ്റ്റ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് ഒരു പ്രോപ്പർ ഓഫ് സീസണൊക്കെ എടുത്ത് പുള്ളിക്കാരെ ഒന്ന് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ പ്രൈം തമ്പിച്ചേട്ടനെ നമുക്കൊന്ന് കിട്ടിയ അദ്ദേഹം ഏത് ലെവൽ വരെയൊക്കെ പോകേണ്ട മനുഷ്യനാണെന്ന് അറിയുമോ? അതായത് ഇപ്പോഴത്തെ സംബന്ധിച്ച് ഈ പ്രോ കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു പ്രൈം തമ്പിച്ചേട്ടൻ എന്ന നിലയ്ക്ക് ഈസിയായിട്ട് വിൻ ചെയ്യാവുന്നൊരു കാര്യമാണ് അല്ല. ഇദ്ദേഹം ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതായത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അതായത് ഇന്നത്തെ പോലെ സ്പോൺസർഷിപ്പ് ഇല്ല, അങ്ങനെ ബ്രാൻഡ് അംബാസഡറാക്കി മറ്റുള്ള പരിപാടികളില്ല. ആ സമയത്തൊക്കെ സ്വന്തം കയ്യിൽ നിന്ന്, അന്ന് എല്ലാ ബോഡി ബിൽഡേഴ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്രയും മത്സരങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന് വേണ്ട ഉണ്ടാക്കി അദ്ദേഹം എടുത്ത എഫേർട്ടും അതിനും എന്നുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ള ജോലിയിൽ നിന്നും പുറമേ ട്രെയിനറായിട്ട് പോലും എത്രയോ മണിക്കൂറുകളൊക്കെ നിന്ന് ജോലി ചെയ്താണ് അതിനുവേണ്ടി സമ്പാദ്യം പോലും കണ്ടെത്തിയിരുന്നത്. ഐ മീൻ സ്റ്റിൽ പുള്ളിക്കാരൻ ഇപ്പോഴും നമ്മൾ വൺ ഓഫ് ദ ബിഗസ്റ്റ് നെയിംസിൻ്റെ കൂടെയൊക്കെയാണ് ഇപ്പോഴും സ്റ്റിൽ പുള്ളിക്കാരൻ പോസ് പിടിക്കുന്നത്. പുള്ളിക്കാരന് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ജീവവായുവാണ്. അത് പുള്ളിക്കാരൻ ഇനി ഈ അടുത്ത കാലത്ത് റിട്ടയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് he is that much driven to this amazing sport. So തമ്പിച്ചേട്ടാ, hats off.